ഗൗതം, കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള ഫെമിനിസ്റ്റ് ലിബറൽ നയങ്ങളൊക്കെ ചാക്കി കെട്ടി പൊതിഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ സ്വന്തം പാർട്ടിക്കാർ പ്രതിയായിട്ട് വരുന്നിടത്ത് തീരുന്നതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് തെളിഞ്ഞു. പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ഈ ഒരു കേസ് അതിജീവിത അല്ല ഞാൻ ആശ ആച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ മുന്നിട്ട് വന്നിട്ടും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത പരാതിക്കാരി വന്നു എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് നമ്മുടെ സഖാക്കന്മാര്. ഒരു കപ്പ് ഓർമ്മയില്ലേ മുഖ്യമന്ത്രിയുടെ, ഇങ്ങനെ ഒരു കപ്പ് പിടിച്ചിട്ട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു കപ്പ് പിടിക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് യോഗ്യതയാണ് അങ്ങനെ ഒരു കപ്പ് പിടിക്കാനായിട്ടുള്ളത്? അതിജീവിതമാര്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വന്ന അതിജീവിതമാരൊക്കെ ഉഡായിപ്പുകളാണോ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം ഈ വിഷയം, കുഞ്ഞു മുഹമ്മദിൻ്റെ ഈ ഒരു വിഷയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടന്നു പിടിക്കുകയായിരുന്നു. ഇവരുടെ പോലും അനുവാദമില്ലാതെ, അനുവാദമില്ലാതെ ഇവരുടെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുകയും ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ ഒരു ഹോട്ടൽ മുറിയിൽ ഇയാൾ തുനിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. നവംബർ 24 മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായിട്ടും കേസെടുക്കാനായിട്ട് യാതൊരു ജാഗ്രതയും കാണിച്ചില്ല ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM സഹയാത്രികർ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ മറച്ചു പിടിക്കാനും അതിൽ പരാതി സ്വീകരിക്കാനും ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇവർ ഈ കാണിക്കുന്ന ഈ അതിജീവിത സ്നേഹം, സ്ത്രീ സുരക്ഷയുടെ ഒക്കെ സ്നേഹം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, ഇതൊക്കെ എന്തൊരു തട്ടിപ്പും ഉഡായിപ്പുമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. രാഹുൽ കേസിൽ അതിജീവിതയ്ക്ക് സഹോദരിമാർക്കൊപ്പം ഹാഷ്ടാഗ് ഇട്ടവർ ഒരാൾ പോലും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. ഹണി എന്തായിരുന്നു? ഹണി ഭാസ്കർ മിണ്ടിയിട്ടില്ല, ലക്ഷ്മി പത്മ മിണ്ടിയിട്ടില്ല, റിനിയാൻ ജോർജ് മിണ്ടിയിട്ടില്ല. ഇവരാരും ഇപ്പൊ സഹോദരിമാർക്കൊപ്പം അല്ല, സഹോദരിക്കൊപ്പം അല്ല ഇപ്പൊ ഇവര്. ഇതിൽ ഇപ്പോൾ രാഹുലിന്റെ കേസിൽ വന്നത് അതിജീവിതമാര് പറയുന്ന പരാതി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തെളിവുകളും പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ടും ആശാച്ചി കൊടുത്ത പരാതിക്ക് ആസ്പദമായിട്ടുള്ള CCTV വിഷ്വൽസ് പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. അതായത് അവർ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരെ പുറത്തേക്ക് ഇറങ്ങി അനിഷ്ടം കൃത്യമായിട്ടും വ്യക്തമാക്കിക്കൊണ്ട് അവർ ഓടുന്ന CCTV ഫുട്ടേജ് വരെ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ പോലീസ് അനങ്ങിയിട്ടില്ല. അതായത് 33ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, അതിൽ സിനിമ തിരഞ്ഞെടുക്കേണ്ട ഒരു അതിൽ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ ആ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് ആ വൈകുന്നേരം ഹോട്ടൽ മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. തികച്ചും ഒഫീഷ്യലായിട്ട് വിളിച്ചതാണ് അവരെ. അതെ, അതായത് സർക്കാരിന്റെ ഒരു പരിപാടിക്കായിട്ട് ചുമതലപ്പെട്ട ഒരാൾക്കാണ് ഇങ്ങനെയുള്ളൊരു ഗതി വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവരെ പിന്നീട് പല ഉന്നതരായിട്ടുള്ള ആളുകളും നിങ്ങളിത് പുറത്തു പറയരുത്, നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാവുക, ഇത് വേറെ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും നടന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ ഗുരുതരമാക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തെയും കമ്പയർ ചെയ്യുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ സമ്മതത്തോടു കൂടിയത്, അവരുടെ കൂടി സമ്മതത്തോടെയാണ് എന്നുള്ളതാണ്. ഉഭയസമ്മത പ്രകാരമായിരുന്നു. ഇവിടെ ഉഭയസമ്മത പ്രകാരമല്ല. ദേഹത്ത് തൊടുന്നത് അവരുടെ അവകാശമില്ലാതെ, ഒരു സ്ത്രീയുടെ ദേഹത്ത് അവരുടെ അവകാശമില്ലാതെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കാനുള്ള CCTV ഫുട്ടേജ് അവരെന്തിനു ഓടി വരുന്നു? അതും പേടിച്ചുകൊണ്ട്. ആ മുറിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടുന്ന രീതിയിലുള്ള CCTV ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും ഇവിടെയുള്ള പല സ്ത്രീപക്ഷവാദികളും മൗനത്തിലാണ്. അപ്പം നമ്മൾ ഈ വിഷയം നേരത്തെ പറഞ്ഞതാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വിഷയമെന്ന് ഒന്നും കൂടി വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. വെറും രാഷ്ട്രീയ പ്രേരിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസുകളെല്ലാം. കൃത്യമായിട്ടും ഇത് കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ 4ാമത്തെ പരാതിക്കാരി ഉടൻ തന്നെ രംഗപ്രവേശം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദീപ ജോസഫ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തിറക്കി കഴിഞ്ഞു. ദുബായിലാണ് ഇതിന്റെ സോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആശാച്ചിയെ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അതിജീവിത ഇര എന്നൊക്കെ പറയുന്ന ഒരു നമ്മളെ നിശബ്ദരായി സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന വേർഡ്സ് ആണ് ഇതെങ്കിൽ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ നിശബ്ദരാക്കി കളയുന്ന വേർഡാണത്. ഈ അതിജീവിതയാണ്, ഇരയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല, അങ്ങനെ അവർക്ക് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള
ഇപ്പോൾ ഒരു പരാതിക്കാരി ഇല്ലാതെ തന്നെ ഇപ്പോൾ രാഹുൽ കേസിൽ തന്നെ സഹോദരിക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്ത് തകർത്ത് മെഴുകി കിടന്നുണ്ട്. പക്ഷെ അതിജീവിതയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് കാര്യം പറയാനുള്ള ഒരു സ്പേസ് കിട്ടാണ്ടാവുന്ന ഒരു വേർഡാണത്. ശരിക്കും അതൊരു ലോക്കല്ലേ ഗൗതം? ഈ അതിജീവിത, വിക്ടിം, സർവൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തുന്നത് കൃത്യമായിട്ടും പെണ്ണിന് കിട്ടുന്ന ഒരു ലോക്കാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു വാക്ക് നിർമ്മിച്ചുകൊണ്ട് അവരെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് ഈ അതിജീവിത പ്രയോഗം. ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആശാച്ചി വന്നതുപോലെ ഈ ഓരോ പെണ്ണും പുറത്ത് വന്നിട്ട് അവർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അവർക്കും ഇവന് ചെയ്തവനില്ലാത്തത് എന്താണ് ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള, ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അത് ഇതിനു മുന്നേ കേസിൽ ഭാവനയും ഇതുപോലെ തന്നെ ധൈര്യം കാണിച്ച് അവർക്ക് കുറച്ച് സമയം ആവശ്യം വന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ എന്നെ അതിജീവിത എന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നോർമലായിട്ട് വന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അതും വളരെ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു രീതി തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെയാണ് ഇവരും. ഇതിൽ ഭാവനയുടെ വിഷയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ വിഷയം ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇവർ നേരിട്ടത് എന്താ? ഇവരുടെ പോലും ഉഭയസമ്മതം പ്രകാരം ഇല്ലാതെയുള്ള കടന്നുകയറ്റമാണ് ഇവരെല്ലാം നേരിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അതാണോ? ഉഭയസമ്മത പ്രകാരം അല്ല എന്ന് കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടാണ് അയാളെ നമ്മൾ ഇത്രയും കാലം ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ വേട്ടയാടിയത്. മാധ്യമങ്ങൾ മുഴുവൻ അയാളുടെ കൂടെ ഹോട്ടൽ മുറി ഒരു സ്ത്രീ പങ്കിട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൂടി താല്പര്യത്തോടു കൂടിയിട്ടാണ്, അവരുടെ കൂടി ഇഷ്ടത്തോടു കൂടിയാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിജീവിതയെ അപമാനിക്കലാവും. പക്ഷെ ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു, കോടതി പോലും പറഞ്ഞു കഴിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പൊ നമുക്കിതിനി പിന്തുടർന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ കോടതി പോലും പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. അന്ന് ചർച്ച ചെയ്തവരാരും ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തയ്യാറാവുന്നില്ല. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അതിജീവിത എഴുതിയ ലേഖനം വായിച്ചപ്പോൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനം തോന്നി. നവംബർ 24 ലഭിച്ച പരാതിയിൽ ഡിസംബർ 8 വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നതിന് ആഭ്യന്തര വകുപ്പുള്ള ചുമതലയുള്ള മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത്തരം കാര്യങ്ങളിൽ ഇരട്ടത്താപ്പ് പറ്റില്ല. ഒരു സ്ത്രീ താൻ അപമാനിക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതി. സർക്കാരിന്റെ സഹയാത്രികർക്കും വേണ്ടപ്പെട്ടവർക്കുമെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സർക്കാർ എത്രമാത്രം ലാഘവത്തോടെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉത്തമ തെളിവാണ് ഈ സംഭവം. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയായിട്ടും 14 ദിവസത്തോളം നടപടിയെടുക്കാതെ അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തെറ്റാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ ഏറ്റവും വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നിന്ന് രൂപപ്പെടേണ്ടത്. കുറ്റാരോപിതർ ഭരണപക്ഷത്തോട് അടുത്തയാളായതിനാലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിസ്സംഗത എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നു, തൻ്റെ ഐഡന്റിറ്റിയും ലൈംഗിക അതിക്രമം നടന്ന ആളുടെ വിവരങ്ങളും അടക്കം പറഞ്ഞതാണ് അതിജീവിത മാധ്യമങ്ങൾക്ക് തുറന്നെഴുത്ത് നടത്തിയത്. പുരോഗമന മൂല്യങ്ങൾ അവകാശപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ കൊടക്കീഴിൽ നിൽക്കുമ്പോൾ പോലും ഒരു സ്ത്രീ സുരക്ഷിതയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്ത് സ്ത്രീപക്ഷമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന സ്ത്രീപക്ഷം എന്താണ്? സ്ത്രീകൾക്ക് എന്ത് സേഫ്റ്റിയാണ് ഇവർ കൊടുക്കുന്നത്? അല്ല, എനിക്ക് ഇത് പറയുമ്പം ആലോചന ഓർമ്മ വരുന്നത് റിനി ആൻഡ് ജോർജിനെയാണ്. പിന്നെ അതുപോലെ ഹണി ഭാസ്കറിനെ പോലുള്ളവരെയാണ്. ഒരു ഉളുപ്പുമില്ലാതെയാണ് അവർ വളരെ ധൈര്യസമേതം രംഗത്ത് വന്ന് പറഞ്ഞത് രാഹുൽ വിഷയം അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമേ അല്ല. എങ്ങനെയാണ് അവർക്ക് അതിജീവിതകൾക്കും കൂടെ നിൽക്കണ്ടേ? അവര് രാഷ്ട്രീയം നോക്കാതെ എല്ലാ അതിജീവിതമാർക്കും ഒപ്പം അവര് നിൽക്കട്ടെ. ഇവര് CPM-ന്റെ പക്ഷം നിന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ CPM നേതാക്കൾ പ്രതികളായിട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രം സഹോദരിമാർക്കൊപ്പം ഇല്ലാതെ മറുകണ്ഠം ചാടുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നാണോ പറയുന്നത്? പ്രതി CPM അനുകൂലിയോ CPM നേതാവോ ആയി കഴിഞ്ഞാൽ ഒരാൾ പോലും, ഇവിടുത്തെ ഫെമിനിസം പറയുന്ന ഒരാൾ പോലും അതിജീവിതകൾക്കൊപ്പം #, ഇടുന്നില്ല, സഹോദരിമാർക്കൊപ്പം #, ഇടുന്നില്ല, അവൾക്കൊപ്പം ഇല്ല, ആരുമില്ല. ചർച്ച ചെയ്യ പോലെ ഡോക്ടർ ആച്ചി ജോസഫ് അവർക്ക് വേണ്ടിയിട്ട് #, ഇടാൻ ഹണി എം വർഗീസ് ഈ ഹണി ഭാസ്കറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മി പത്മയ്ക്കോ റിനി ആൻഡ് ജോർജിനോ സാധിക്കുമോ? അല്ലെങ്കിൽ ധൈര്യമുണ്ടോ? ഇവൻ ഷഹനാസിനെങ്കിലും സാധിക്കുമോ? ഇവര് അതിജീവിതയാണോ യഥാർത്ഥത്തിൽ? അവരുടെ കോൺസെപ്റ്റിൽ ചിലപ്പോ ആശാച്ചി ഒരിക്കലും അതിജീവിത ആയിരിക്കില്ല. അവരുടെ കോൺസെപ്റ്റിൽ ഇതുപോലെ
രാഹുലിനെതിരെ ഉള്ള ഈ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ചാനലുകൾക്ക് മസാല കഥകൾക്കുള്ള സ്കോപ്പ് ഒപ്പിക്കുന്നവർ മാത്രമാണ് അതിജീവിതകൾ. അല്ലാണ്ട് ഇങ്ങനെ ധൈര്യസമേതം ഇതുപോലെ ഒരു എഡിറ്റോറിയൽ എഴുതി ഞാൻ അതിജീവിതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോരാട്ടത്തിന് മുന്നോട്ട് വരുന്നവരൊന്നും ഇവർക്ക് അതിജീവിതന്മാരല്ല ഗൗതം. അതിജീവിതയ്ക്ക് ഇവർ കൽപ്പിച്ചിരിക്കുന്ന മാനം വേറെന്തോ ആണെന്ന് എനിക്ക് അപ്പം തോന്നുന്നു. ഇത്രയേ ഉള്ളൂ, എന്റെ പാർട്ടിക്കാരനാണ്, കമ്മിയാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഞാൻ സംരക്ഷിക്കും. അവർക്ക് ഓൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, തീവ്രത മെഷീനൊക്കെ ഉള്ളവരാണ്. കാരണം നമ്മളെ ആളായതുകൊണ്ട് നമ്മൾ സംരക്ഷിക്കും. ഈ നിലപാട് സ്വീകരിക്കുന്നവരൊന്നും അതിജീവിതമാർക്കൊപ്പമല്ല. ഇവർക്ക് യാതൊരു തരത്തിലുള്ള സ്ത്രീപക്ഷ നിലപാടുമില്ല. ഇവർക്കുള്ള നിലപാട് എന്ന് പറയുന്നത് ഉഡായിപ്പിന്റെയും ഇരട്ടത്താപ്പിന്റേതുമായ നിലപാട് മാത്രമാണ്. ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരല്ല, ഇത് അതിജീവിതവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതുമല്ല. അതുകൊണ്ടാണ് ആ കപ്പും മുഖ്യമന്ത്രിയുടെ ചിത്രവും ഏറ്റവും വലിയ ആക്ഷേപഹാസ്യം കലർന്ന ഒരു ചിത്രമായിട്ട് നിലവിൽ മാറിത്തീരുന്നത്.